ഒരു നായ്ക്ക് കിട്ടുന്ന പരിഗണന. ഒരു രോഗിയായിട്ടുള്ള ഒരു വ്യക്തി ആശുപത്രിയിൽ അഡ്മിറ്റായി, ഇവിടത്തെ ജില്ലാ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തത്. ഇവിടെ നിന്ന് അദ്ദേഹത്തെ റെഫർ ചെയ്തു. പോകുന്ന വഴിക്ക് വാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ. ഈ അടുത്ത ദിവസമല്ലേ കൊല്ലത്തെ വേണു തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ മരിക്കുമ്പോൾ തന്റെ സുഹൃത്തിനോട് പറഞ്ഞ ഒരു സംഭാഷണം ഉണ്ടല്ലോ, നടക്കുന്ന സംഭവമല്ലേ. ഒരു നായ്ക്ക് കിട്ടുന്ന പരിഗണന. ഒരു രോഗിയായിട്ടുള്ള ഒരു വ്യക്തി ആശുപത്രിയിൽ അഡ്മിറ്റായി, ഇവിടത്തെ ജില്ലാ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തത്. ഇവിടെ നിന്ന് അദ്ദേഹത്തെ റെഫർ ചെയ്തു. പോകുന്ന വഴിക്ക് വാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഒരു രോഗിയെ കൂടുതലായിട്ട് പരിശോധനയോ പരിഗണനയോ വേണ്ട, വിദഗ്ധ ചികിത്സ വേണ്ട ഒരു സ്ഥലത്തേക്ക് റെഫർ ചെയ്യുമ്പം കൊല്ലത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താണ്? ആരോഗ്യ രംഗത്തെ പരാജയങ്ങൾ എന്താണ്? ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്ന് ഞങ്ങൾ പറയുന്നത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ രോഗിയാണ് തിരുവനന്തപുരത്ത് എത്തിയിട്ട് 2-3 ദിവസം എടുത്തിട്ടും അദ്ദേഹത്തെ ചികിത്സിക്കാനോ പരിശോധിക്കാനോ ആരും തയ്യാറായില്ല. അദ്ദേഹം ആരോടെങ്കിലും എന്റെ കാര്യം നോക്കണം എന്ന് പറഞ്ഞവരൊക്കെ അദ്ദേഹത്തെ അവഗണിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു നായയുടെ പരിഗണന പോലും കിട്ടുന്നില്ല എന്ന്. മരിക്കാനായ വ്യക്തി പറയുന്ന ഒരു സാഹചര്യം സത്യസന്ധമായിരിക്കും. ഗവൺമെന്റ് മറുപടിയില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്താണ്? രോഗിയെ മകളെ ചികിത്സയ്ക്ക് കൊണ്ടുപോയ വീട്ടമ്മയാണ്, ബിന്ദുവാണ് അവിടെ കെട്ടിടം തകർന്ന് മരിച്ചത്. തിരുവനന്തപുരത്തെ ഡോക്ടർ ആരിസ്, അദ്ദേഹം ഇടതുപക്ഷ അനുകൂലിയാണല്ലോ. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ എന്തായിരുന്നു? അവിടെ രോഗികൾക്ക് കയ്യിൽ നിന്ന് കാശെടുത്തെങ്കിൽ മാത്രമേ അത്യാവശ്യം വേണ്ട ചികിത്സയ്ക്കോ ഓപ്പറേഷനോ ഉള്ള സാമഗ്രികൾ വാങ്ങണമെങ്കിൽ രോഗികളെ നിർബന്ധിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞതെങ്കിൽ നമുക്കറിയാം ഇന്ന് ആരോഗ്യ രംഗത്തിന്റെ അപകടകരമായ അവസ്ഥ. അത് നിയമസഭയിലും പുറത്തും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജനങ്ങൾക്ക് അത് നല്ല ബോധ്യമുള്ളതാണ്. പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.